ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഇത് സിസ്കോ പാക്കറ്റ് ട്രേസർ. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം സിസ്കോ പാക്കറ്റ് ട്രേസർ. എന്താണ് സിസ്കോ പാക്കറ്റ് ട്രേസർ? നിങ്ങൾ കോൺഫിഗറേഷൻ സൈഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം സിസ്കോയാണ്, അല്ലെങ്കിൽ ജൂനിപ്പറാണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സ്വിച്ചുകൾ അനുസരിച്ചിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ സൈഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഗൂഗിളിലേക്ക് പോവാം. നിങ്ങളിവിടെ ഗൂഗിൾ കാണുന്നുണ്ട്, അവിടെ സിസ്കോ പാക്കറ്റ് ട്രേസർ ഇവിടെ കാണാം, ഡൗൺലോഡ്. അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സിസ്കോ പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നോർമൽ പ്രൊസീജിയർ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നീട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിസ്റ്റത്തിലേക്ക് വരാം. അവിടെ സിസ്കോ പാക്കറ്റ് ട്രേസർ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പാക്കറ്റ് ട്രേസർ സ്റ്റുഡൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അത് ഫ്രീ വേർഷൻ കിട്ടും. അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ക്യാഷ് ചോദിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇവിടെ കാണുന്നത്, ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്നത് സിസ്കോ പാക്കറ്റ് ട്രേസറിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ പാക്കറ്റ് ട്രേസറിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമൽ സോഫ്റ്റ്വെയർ പോലെ തന്നെ ഇവിടെ ഫയൽ എഡിറ്റ് ഓപ്ഷൻ നോർമൽ. എൻ്റെ അടിയിൽ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം റൗട്ടേഴ്സ്, സ്വിച്ച്, അതുപോലെ തന്നെ ഹബ്, അതുപോലെ തന്നെ വയർലെസ് ഡിവൈസ്, അതേപോലെ തന്നെ കേബിൾസ്, കണക്ഷൻസ്, കേബിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ സിസ്കോ നമ്മൾക്ക് ഓൾറെഡി ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൗട്ടേഴ്സും സ്വിച്ചസും അതുപോലെ ഹബ്സ്, അതുപോലെ വയർലെസ് ഇതൊക്കെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ സീരീസ് ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ റൗട്ടർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 80,000 സീരീസ് ആണ്, അതുപോലെ തന്നെ 19 സീരീസ് ആണ്, അതുപോലെ തന്നെ 26 സീരീസ് ആണ്, 28 സീരീസ് ആണ്. അങ്ങനെ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കുറച്ച് ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ഇവിടെ കാണാം 29 സീരീസിൻ്റെ കുറച്ച് സ്വിച്ചസ് കാണാം. 2960 അതിൻ്റെ കുറച്ച് സ്വിച്ചസ് കാണാം. അതുപോലെ തന്നെ ഹബ്സ് ഉണ്ട്, ഇവിടെ കുറച്ച് ഹബ്ബ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വയർലെസ്സിൻ്റെ കുറച്ച് ഡിവൈസ് ഉണ്ട്, നമ്മൾക്ക് മോഡം, വയർലെസ് മോഡം അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കേബിളുകളുണ്ട്. കേബിളുകൾ പല ടൈപ്പുള്ള കേബിളുകളുണ്ട്. ഇത് കൺസോൾ, ഇത് നമ്മൾക്ക് ഓട്ടോമാറ്റിക് കേബിളാണ്. എന്താണോ പ്രിഫേർഡ് ചെയ്യുന്നത്, നമുക്കൊരു എസ്പെഷ്യലി നമ്മൾക്കൊരു ഡിവൈസിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ സ്വിച്ച്, നമ്മൾക്ക് ഒരുപാട് പോർട്ടുകളുണ്ടാവും സ്വിച്ചിൽ. അതുപോലെ തന്നെ റൗട്ടറിൻ്റെ ഒരുപാട് പോർട്ടുകളുണ്ടാവും. അതിൻ്റെ കണക്ടിവിറ്റി കൊടുക്കുന്നതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആ ഇൻ്റർഫേസ് ഓട്ടോ ഡിറ്റക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കേബിളാണോ കണക്ട് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ഓവർ കേബിൾ, സ്ട്രെയിറ്റ് ത്രൂ കേബിൾ, അതുപോലെ തന്നെ ക്രോസ് ഓവർ കേബിൾ, ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കേബിളുകളുണ്ട്. അതുപോലെ തന്നെ ഫൈബർ കണക്ടിവിറ്റി, കോയാക്സിയൽ, കൺസോൾ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. കൺസോൾ, സ്ട്രെയിറ്റ് കേബിൾ, ക്രോസ് ഓവർ കേബിൾ, അതുപോലെ തന്നെ ഫൈബർ, അതേപോലെ തന്നെ ഫോൺ കണക്ടിവിറ്റി, അതേപോലെ തന്നെ കോയാക്സിയൽ, അതേപോലെ തന്നെ സീരിയൽ നമ്പർ DC, DTE, അതിൻ്റെ സീരിയൽ നമ്പറിന് 2 എൻ്റെത്താണ്. പിന്നെ ഒക്ടാ കേബിൾ, OBN കണക്ടിവിറ്റി, അങ്ങനെയുള്ള ഒരു ഡിവൈസാണ്. OBN കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾക്ക് ഒരുപാട് ഡിവൈസുകളൊക്കെ കൊടുത്തതിന് ശേഷം ആ ഡിവൈസൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാക്കറ്റ് ട്രേസറിൽ സിസ്കോ നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എന്താണോ ഡിലീറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഡാറ്റ അത് കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, മെസ്സേജ് അയച്ചാൽ ഒരിടത്ത് നിന്ന് മെസ്സേജ് അയച്ചാൽ മറ്റേ നമ്മൾ അതർ എൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മെയിൻ അയച്ചാൽ റിമോട്ടിലേക്ക് അത് എത്താനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഇത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അത് ഫ്യൂച്ചറിൽ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം.
അപ്പോൾ ഞാൻ ഏകദേശം ഒരു സാമ്പിൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യം നമ്മൾ റൗട്ടർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 29 സീരീസിൻ്റെ ഒരു റൗട്ടർ എടുക്കുന്നു. ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടിടാം. അതുപോലെ തന്നെ 29 സീരീസിൻ്റെ മറ്റൊരു ഡ്രാഗ്. ഇപ്പോൾ എനിക്ക് ഇൻ്റർഫേസ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ കാണാം നമ്മൾക്ക് ഇൻ്റർഫേസ് പോർട്ട് ഇൻ്റർഫേസ് എടുക്കണം. ജിഗ ഇഥർനെറ്റ് 0/0, അതല്ല ജിഗ ഇഥർനെറ്റ് 0/1, 0/2, അതുപോലെ VLAN 1, അത് ഡിഫോൾട്ട് VLAN ആണ്. അതേപോലെ തന്നെ ഹോസ്റ്റ് നെയിം റൗട്ടർ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് അങ്ങനെയാണുള്ളത്. അതേ സെറ്റിങ്സ് തന്നെയാണ് ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ജിഗ ഇഥർനെറ്റ് 0/0, 3 പോർട്ടാണുള്ളത്. ഇൻ്റർഫേസ് അതിലുള്ള VLAN ഡിഫോൾട്ടാണ്. ഇനി ഞാൻ ഇതിന് ഓൾറെഡി കോൺഫിഗറേഷൻ ചെയ്യാൻ പോകുന്ന ഒരു മോഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോർട്ടൽ ഓപ്പൺ ആയിട്ട് വരും. റൗട്ടർ 0, ഇതിൻ്റെ പേര് ഇപ്പോൾ റൗട്ടർ 0 ആണ്. ഇവിടെ കുറച്ച് മോഡ്യൂൾസ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഇൻ്റർഫേസ് ആണ് ഇത്. ഈ റൗട്ടറിൻ്റെ ബാക്ക് സൈഡ് 29 സീരീസ് ഞാൻ ഫിസിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും അടുത്ത ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഡിവൈസിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. ഇവിടെ കാണാം നമ്മൾക്ക് സ്വിച്ച്, ഈ ഫ്രണ്ട് സൈഡ് ഇവിടെ സ്വിച്ച്. ഓക്കെ, നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ കഴിയില്ല. ആദ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഗറേഷൻ മോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോൺഫിഗറേഷൻ സ്വിച്ച് ഓഫ് മോഡിൽ കോൺഫിഗറേഷൻ ഇവിടെ കൊണ്ടു ഡിവൈസ് മസ്റ്റ് ബി പവേർഡ് ഓൺ എന്നൊരു സെറ്റിങ്സ് വരും. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം ഫിസിക്കൽ കണക്ടിവിറ്റി, അതെന്താണ് നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്നത്, ആ ഫിസിക്കൽ കണക്ടിവിറ്റിയിൽ വന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം ഡിവൈസ്. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തിട്ട് കോൺഫിഗറേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതെ സ്വിച്ച് ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകണമെങ്കിൽ ഡിവൈസ് സ്റ്റിൽ ബൂട്ടിംഗ്, പ്ലീസ് വെയിറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഞാൻ ഓക്കെ കൊടുത്തു. ഞാൻ ഇപ്പോൾ കോൺഫിഗറേഷനിലേക്ക് തൽക്കാലം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഒരു മിനിറ്റ്, ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇതിലേക്ക് എൻ്റെ ഡിവൈസിലേക്ക് കുറച്ച് മോഡ്യൂൾസ് ഇവിടെ കാണുന്ന ഈ മോഡ്യൂൾസൊക്കെ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മോഡ്യൂളാണ്. ഈ മോഡ്യൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ HVK കാർഡ്, ഇതിവിടെ HVK സപ്പോർട്ട് ചെയ്യും. HVK കാർഡ് ഇൻസേർട്ട് ചെയ്യാം. HVK കാർഡ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെയാണ്, ഇതിവിടെ കൺസോൾ പോർട്ട്. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്, കനോട്ട് ആഡ് മോഡ്യൂൾ വെൻ ദ പവർ ഈസ് ഓൺ. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടില്ല, പവർ ഓഫ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, പവർ ഓഫ് ചെയ്യുക, എന്നിട്ട് ഞാൻ അതവിടെ ആഡ് ചെയ്യണം. അപ്പോൾ മോഡ്യൂൾ അവിടെ ആഡായി. ഒരു ഇൻ്റർഫേസിൽ ഞാൻ ഒരു കാർഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് ഒരുപാട് ഇൻ്റർഫേസ് കാണാം. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ കാണാം HVK 4G SW, നമ്മൾ സ്വിച്ചിങ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അത് ഞാൻ അടുത്ത പോർട്ടിലേക്കാണ്. ഇത് കാണാം, സീരിയൽ ഇൻ്റർഫേസ് കാണാം. അതുപോലെ HVK 8A എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാർഡാണ്. ആ കാർഡ് ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ WIC എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്ലോസ്ഡ് കവറാണ്, എന്ന് പറഞ്ഞാൽ ഷട്ടർ, ഒരു ബ്ലാങ്ക് കവറാണ് അതിനെ അവിടെ. ഇതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, റൗട്ടർ ഓൺ ചെയ്യണം. അപ്പോൾ കോൺഫിഗറേഷൻ മോഡിലേക്ക് റൗട്ടർ സ്റ്റിൽ ബൂട്ടിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അടുത്ത റൗട്ടറിലേക്ക് പോവുകയാണ്. അടുത്ത റൗട്ടറിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് അതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൗട്ടറിൽ ആഡ് ചെയ്യേണ്ടത് എങ്ങനെ കാണിച്ചു തന്നു. ഫസ്റ്റ് റൗട്ടറിൽ ഞാൻ ഡയറക്റ്റ് ഇത് ഇവിടെ ഓണാണ്. ആദ്യം ശ്രദ്ധിക്കുക, റൗട്ടർ ഓണാണ്. കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമലി ആയിട്ട് നമ്മൾ ഈ ഓപ്ഷൻ കോൺഫിഗ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിലേക്ക് പോവാറില്ല. നോർമലി ആയിട്ട് നമ്മൾ കോൺഫിഗറേഷൻ പോകുന്നത് CLI എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ്. അപ്പോൾ ഈ CLI ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ
ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ആദ്യം ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ CLI മോഡിലേക്ക് വന്നതിനാൽ ആദ്യം ചോദിക്കുന്നത് കണ്ടിന്യൂ വിത്ത് കോൺഫിഗറേഷൻ എന്നാണ് ചോദിക്കുന്നത്. കണ്ടിന്യൂ വിത്ത് കോൺഫിഗറേഷൻ ഡയലോഗ്. നമ്മൾക്കിപ്പോൾ തൽക്കാലം ആ ഡയലോഗ് വേണ്ട, നമുക്ക് മാനുവലായിട്ടാണ് കോൺഫിഗറേഷൻ ചെയ്യുക. ഞാൻ അതുകൊണ്ട് തന്നെ നോ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോയി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇനേബിൾ ചെയ്യുന്നു. ഇനേബിൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇനേബിൾ മോഡിലേക്ക് പോയി ഇനേബിൾ ആക്കി. എന്നിട്ട് ഞാൻ ഈ റൗട്ടറിന് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും കോൺഫിഗറേഷൻ മോഡിലേക്ക് കോൺഫിഗറേറ്റ് ടെർമിനലിലേക്ക് ഞാൻ പോവാണ്. കോൺഫിഗ് ടെർമിനലിലേക്ക് എന്നിട്ട് ഞാൻ അടിക്കുന്നു ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഈ റൗട്ടറിന് എന്താ കൊടുക്കുന്നത്. ഞാൻ ഇതിന് കൊടുക്കുന്നു റൗട്ടർ 2. ഞാൻ റൗട്ടർ 2 എന്ന് കൊടുത്തു. ഇവിടെ സ്പേസ് പറ്റില്ല, സ്പേസ് ഇടാതെ കൊടുക്കണം. ഓക്കെ, റൗട്ടർ 2 എന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് സേവ് ചെയ്യുന്നത് ഡു റൈറ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡ് കൊടുത്തിട്ടാണ് ഇതിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി, ഈ റൗട്ടറിൻ്റെ പേര് റൗട്ടർ 2 ആയി. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് റൗട്ടർ 2 ആക്കുന്നു ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്തായി, റൗട്ടർ 1ൻ്റെ കാര്യം എന്തായി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു ക്ലിക്ക് കൊടുക്കാം, CLI മോഡിലേക്ക് പോകാം. വീണ്ടും ഇവിടെയും ചോദിക്കുന്നു നമുക്ക് കണ്ടിന്യൂ വിത്ത് കോൺഫിഗറേഷൻ ഡയലോഗ്, നോ. ഇനേബിൾ മോഡിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ കോൺഫിഗ് മോഡിൽ പോകാം, കോൺഫിഗ് ടെർമിനൽ. എന്നിട്ട് നമ്മൾക്ക് ഹോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കാം, ഹോസ്റ്റ് നെയിം റൗട്ടർ 1. നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ഇല്ല. ഓക്കെ, എന്നിട്ട് ഡു റൈറ്റ് കൊടുക്കും. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന റൗട്ടറിൻ്റെത് ഇവിടെ റൗട്ടർ 1ഉം ഇവിടെ റൗട്ടർ 2. ഇങ്ങനെ 2 റൗട്ടറാണ് നമുക്കിപ്പോൾ ഉള്ളത്, റൗട്ടർ 2ഉം റൗട്ടർ 1. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് ഫിസിക്കലി ഇവിടെ കൊടുത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടുന്ന് റൗട്ടർ 1. അപ്പോൾ രണ്ട് റൗട്ടറാണ്, 2 റൗട്ടർ. ഓക്കെ, ഈ റൗട്ടർ 1ഉം റൗട്ടർ 2 ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഇതിന് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻറ്റേർണൽ ബിറ്റ്വീൻ ഒരു സ്വിച്ച് ഉണ്ടാവും. അപ്പം ഞാൻ എന്താക്കുന്നു, 2960ൻ്റെ ഒരു സ്വിച്ച് ആഡ് ചെയ്യുന്നു. രണ്ടിനും 2960 രണ്ട് സ്വിച്ച് ആഡ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഈ സ്വിച്ച് എന്ന് നമുക്ക് എവിടെ ആയിരിക്കും കണക്ടിവിറ്റി, ഇവിടെ നമുക്ക് അടിയിൽ ഇവിടെ ഡിവൈസ് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഫോണ്, TV എല്ലാം ഒരു ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഞാനൊരു PC-യിലേക്കാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. 2 PC എടുത്തിട്ട് ഈ 2 PC-യിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ റൗട്ടർ ടു റൗട്ടർ നമ്മൾ മുന്നേ പഠിച്ച പോലെ റൗട്ടർ ഇതാണ് റൗട്ടർ ടു റൗട്ടർ, നമുക്ക് ക്രോസ് ഓവർ കേബിളാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നോർമലി നമ്മൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും കൂടി തന്നെ നമ്മളിപ്പോൾ പാക്കറ്റ് ട്രേസർ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റുള്ള ഒരു യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ടാണ് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ഓട്ടോ കണക്റ്റ് എടുക്കും. ഞാൻ ഇവിടുന്ന് റൗട്ടറിൽ നിന്ന് സ്വിച്ചിലേക്ക് ഒരു പോർട്ട് കണക്ട് ചെയ്തു. വീണ്ടും PC-ന്ന് സ്വിച്ചിൽ നിന്ന് PC-യിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ കണക്ടിവിറ്റി കൊടുക്കുന്നു, ഇവിടെ ഞാൻ കണക്ടിവിറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു കണക്ടിവിറ്റി ഞാൻ കൊടുത്തു. എനിക്ക് ഈ PC0 ഒന്ന് PC1 ഇത് 2 PC ആണല്ലോ. PC0 എന്ന് നമ്മൾ കണക്ടിവിറ്റി PC1ലേക്ക് എത്തണം. അത് നമ്മൾ കുറച്ച് കോൺഫിഗറേഷൻ ഈ റൗട്ടർ വഴിയും സ്വിച്ച് വഴിയെല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ പാക്കറ്റ് ട്രേസറിനെ പരിചയപ്പെടുത്തി തരാം എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കോൺഫിഗറേഷനായിട്ട് വരുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് എന്നെ അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് ഈ കണക്ടിവിറ്റി ഇപ്പോൾ പെട്ടെന്ന് തൽക്കാലത്തേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഈ ഡിലീറ്റ് ബട്ടൺ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്.
ഏത് ഡിവൈസും ഡിലീറ്റ് ചെയ്യാം. അതുപോലെ സൂം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സൂം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ഡ്രോ ലൈൻ, എന്തെങ്കിലും ലൈൻസ് ഒക്കെ ഇവിടെ വരച്ച് നമുക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ വരക്കണമെങ്കിൽ റെക്റ്റാങ്കിൾ വരക്കാം. നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നോ ഫില്ല് കൊടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് കളർ, ഫിൽ കളർ. നോ ഫില്ല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെ വരും. നിങ്ങൾ ഫിൽ കളർ കൊടുത്തിട്ട് ഏതാണ് കളർ വേണ്ടുന്നത് അതൊക്കെ ചേഞ്ച് ചെയ്യാം. സെലക്ട് കളർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കളറുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അത്യാവശ്യമായിട്ട് വരും. കാരണം ഇത് എന്താണ് ഇവിടെ കൊടുത്തുന്ന കമാൻഡ്, സോഫ്റ്റ്വെയർ കമാൻഡ്, അതുപോലെ തന്നെ അതിൻ്റെ മാക് അഡ്രസ് കോൺഫിഗറേഷൻ എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് പാക്കറ്റ് ട്രേസർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂ വേർഷനായിട്ട് വരുന്നതായിരിക്കും. Okay, thanks for watching. Please subscribe my channel. Thank you very much.